ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് ആയിട്ടോ സ്വീറ്റൊക്കെ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നല്ല എളുപ്പത്തിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നല്ല പേരൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഈത്തപ്പഴം വേണം. അതിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒരു 3-4 ചെറിയ പീസാക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഈത്തപ്പഴമൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ സമയത്തുണ്ടല്ലോ നല്ലൊരു മണം ഇങ്ങനെ വരും. ആ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടെ ഒരു 4 കോഴിമുട്ടയും കുറച്ച് ഉപ്പും കുറച്ച് ഏലക്കൻ്റെ പൊടിയോടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരെ നമ്മുടെ ഈ ഒരു വെന്ത് വന്നിരിക്കുന്ന ആ ഒരു ഈത്തപ്പഴത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഈത്തപ്പഴം ഉണ്ടല്ലോ മുട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരണം കേട്ടോ. അപ്പോഴാണ് നമുക്കിതിങ്ങനെ കഴിക്കുമ്പോൾ ഓരോ ബൈറ്റിലും ആ ഒരു ഡേറ്റ്സ് കിട്ടുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മുട്ട അങ്ങോട്ട് വേവിച്ച് കൊടുക്കുക. ഇത് മറിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം? ഞാൻ രാവിലെ നമ്മുടെ കുബൂസിൻ്റെ കൂടെ ആട്ടാ കഴിച്ചത്. ഇതിങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം താഴത്ത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ രാവിലെ വാപ്പയും മക്കളും ഒക്കെ ഫുട്ബോൾ കളിക്കാൻ പോയേക്കായിരുന്നു. പോയി വന്നപ്പോൾ നമ്മളുടെ വെള്ളിയാഴ്ചത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ആ ഒരൊറ്റ പാത്രത്തിൽ തന്നെ എല്ലാവരും കഴിക്കുന്നുണ്ടില്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഹോട്ടലുകളിൽ ചെന്നാലുണ്ടല്ലോ ഈ വക ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്താൽ ഇങ്ങനെയാണ് നമുക്കത് കിട്ടുക. എനിക്ക് ഈ ഒരു കൾച്ചറിനോട് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാരണം